ട്രാവൽ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ കാത്തഡ്രൽ സ്ക്വയറിലാണ് വന്നിരിക്കുന്ന ബെൽഫാസ്റ്റിലെ ഒരു വലിയൊരു സ്പോട്ടാണ് കാത്തഡ്രൽ സ്ക്വയർ. അപ്പം ഇവിടാണ് കാത്തഡ്രൽ സ്ക്വയർ. എൻ്റെ പിന്നിൽ കാണുന്നതാണ് കാത്തഡ്രൽ സ്ക്വയർ. സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ട് വലിയൊരു സ്ക്വയറാണ്. ഇവിടെ നമുക്കിങ്ങനെ ആൾക്കാർക്കൊക്കെ സമയം ചിലവഴിക്കാനും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടന്നു പോകാനൊക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ വേണമെങ്കിൽ ഈ പള്ളിയിലും കയറാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ചെറിയ കാഴ്ചകളിലേക്ക് പോകാം. സോ വൺസ് അഗൈൻ വെൽക്കം ടു റോബിൻ ട്രാവൽ വ്ളോഗ്സ്. അപ്പം ഇവിടെ പറയുന്നത് ഈ റൈറ്റർ സ്ക്വയർ ഈസ് എ ഫോക്കൽ പോയിന്റ് വിത്തിൻ കാത്തഡ്രൽ ക്വാർട്ടർ ആൻഡ് ഈസ് യൂസ്ഡ് ആസ് എ വെന്യൂ ഫോർ സ്ട്രീറ്റ് പെർഫോമൻസ് ആൻഡ് ആർട്ട് ഫെസ്റ്റിവൽ ഇവൻറ്റ്സ്. അപ്പോൾ യൂഷ്വലി ഈ കാത്തഡ്രൽ ക്വാർട്ടർ നമ്മുടെ ഈ സ്ട്രീറ്റ് പെർഫോമൻസിനും ഫെസ്റ്റിവൽ ഈവൻറ്റ്സിനും വേണ്ടിയാണ് കൂടുതലും ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ സ്ക്വയർ പേസ് ഹോമേജ് ടു ബെൽഫാസ്റ്റ് റിച്ച് ലിറ്റററി ട്രഡീഷൻ. അപ്പം ഭയങ്കരമായിട്ട് റിച്ച് ലിറ്റററി ട്രഡീഷനൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഞാൻ മെയിനായിട്ട് പറയാനുള്ളത്, ദിസ് പാർട്ട് ഓഫ് ബെൽഫാസ്റ്റ് വാസ് ഹെവിലി ബോംബ്ഡ് ഡ്യൂറിങ് 3 ഡിവാസ്റ്റിംഗ് എയർ റെയ്ഡ്സ് ഇൻ May 1941. അപ്പോൾ 1941 ഇവിടെ ഹെവിലി ബോംബ് ചെയ്തു. ജർമ്മൻ എയർഫോഴ്സുകാർ ഇവിടെ ബോംബ് ചെയ്തതാണ്. ആൻഡ് കുറേ ചരിത്രമായ ബിൽഡിങ്സ് എല്ലാം നശിച്ചുപോയി. അതിലൊന്ന് സർവൈവ് ചെയ്യുന്നതാണ് ഈ ന്യൂസ് ലെറ്റർ ബിൽഡിങ്. അതുകൊണ്ട് ഇവിടെ കാണുന്നുണ്ട്, ഇതാണ് ന്യൂസ് ലെറ്റർ ബിൽഡിങ്. ഇത് തന്നെ അതിൻ്റെ അവിടെ ഞാൻ കാണിക്കാം. ന്യൂസ് ലെറ്റർ ബിൽഡിംഗ് ആണ് നിലനിൽക്കുന്നത്. അപ്പം നമുക്ക് ആ ന്യൂസ് ലെറ്റർ ബിൽഡിംഗ് കാണിക്കാം കേട്ടോ. അപ്പം അതിൻ്റെ സ്റ്റൈൽ ഈസ് എ ക്ലാസിക് ലേറ്റ് വിക്ടോറിയൻ ഗോത്തിക്. ഇതൊരു ഗോത്തിക് സ്റ്റൈലിലുള്ള ഒരു ബിൽഡിംഗ് ആണ്. With rich floral decorations and profiles of literary men and women. It was formerly home to the Newsletter, founded in 1737 and the oldest continuously published newspaper in the world. So ഇതൊരു ന്യൂസ് ലെറ്ററിൻ്റെ ഒരു ഹോമായിട്ടായിരുന്നു നേരത്തെ ഉപയോഗിച്ച് ഈ പത്രം പ്രവർത്തിക്കുന്നത്. ഓൾഡസ്റ്റ് കണ്ടിന്യൂസ്ലി പബ്ലിഷ്ഡ് ന്യൂസ് പേപ്പർ ഇൻ ദ വേൾഡ്. ഏറ്റവും പഴകേറിയ ന്യൂസ് പേപ്പറാണ്. 1737 In 1776, the newsletter Enterprising published intercepted the American Declaration of Independence on its way from Philadelphia to London and printed its contents before it reached the King and Parliament. The newsletter Enterprising publishers intercept ചെയ്തു അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പം അതിൻ്റെ സ്വാതന്ത്ര്യത്തിന്, അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് പറയുന്ന അമേരിക്കൻ്റെ സ്വാതന്ത്ര്യത്തിന് ആ സമയം അത് ഇൻ്റർസെപ്റ്റ് ചെയ്തെന്നാണ് പറയുന്നത്. ഇപ്പം അതിനെക്കുറിച്ചുള്ള ഫർദർ ഇൻഫർമേഷൻ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ദിസ് ഈസ് കാത്തഡ്രൽ റൈറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. റൈറ്റർ സ്ക്വയർ എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ റൈറ്റർ സ്ക്വയർ കാത്തഡ്രൽ ക്വാർട്ടർ എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ആ ബിൽഡിംഗ് ഒന്ന് കാണാം. അപ്പം ഞാൻ ഈ മുമ്പ് പറഞ്ഞ ഈ റൈറ്റർ സ്ക്വയർ ആണിത്. ഈ കാണുന്ന കണ്ടോ, അതാണ് റൈറ്റർ സ്ക്വയർ. ഈ ബിൽഡിംഗാണ്. അപ്പോൾ അതിൻ്റെ ആർക്കിടെക്ചർ ഇതിൻ്റെ കാണും. ഞാൻ കുറച്ച് സൂം ചെയ്തിട്ട് കാണിക്കാം. കണ്ടോ, അന്ന് നിലനിന്ന ബോംബിട്ട ശേഷം അവസാനം നിലനിന്ന ഈ ഒരേ ഒരു ബിൽഡിങ്ങാണ്. അപ്പോൾ അതാണ് അവർ ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട്, പ്രിസർവ് ചെയ്തിട്ടുണ്ട് ഈ ബിൽഡിംഗ്. കണ്ടോ, ഇതാണ് ആ ബിൽഡിംഗ്. കാത്തഡ്രൽ ക്വാർട്ടറിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് 1899 ബിൽഡായതാണ്. അപ്പം ഇതിനെക്കുറിച്ച് പറയുന്നത്, വെൻ ക്യൂൻ വിക്ടോറിയ മെയ്ഡ് ബെൽഫാസ്റ്റ് സിറ്റി ഇൻ 1888. അപ്പം ബെൽഫാസ്റ്റ് സിറ്റിൻ്റെ രൂപീകരണം ആയ സമയത്ത് 1888 ഇറ്റ് വാസ് ഡിസൈഡഡ് ടു ബിൽഡ് എ ന്യൂ കാത്തഡ്രൽ. അപ്പം ക്യൂൻ വിക്ടോറിയ ഡിസൈഡ് ചെയ്തു ഒരു ന്യൂ കാത്തഡ്രൽ ബിൽഡ് ചെയ്യണമെന്ന്. ഓൺ ദ സൈറ്റ് ഓഫ് ദി എക്സിസ്റ്റിംഗ് സെൻറ്റ് ആനീസ് പാരിഷ് ചർച്ച്. ഇവിടെ ഒരു സെൻറ്റ് ആനീസ് പാരിഷ് ചർച്ച് എന്ന് പറഞ്ഞ് ഒരു ചർച്ചുണ്ട്. അതിനോട് ചേർന്നായിട്ട് ഒരു കത്തഡ്രൽ പണിയണമെന്നാണ് ക്യൂൻ വിക്ടോറിയയുടെ ഡിസിഷന്. വിച്ച് വാസ് അത്
1776 അതിൻ്റെ സ്ഥാപിച്ചത്. സെൻറ്റ് ആനീസ് പാരിഷ് ചർച്ച് ഈസ് ഫൗണ്ടഡ് ഇൻ 1776. ഡിസൈൻസ് were drawn up in ഹൈബർനോ റൊമാൻസിക്യൂ സ്റ്റൈൽ. അത് ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഹൈബർനോ റൊമാൻസിക്യൂ സ്റ്റൈൽ, അത് എന്തോന്ന് എനിക്കറിയത്തില്ല. ഹൈബർനോ സ്ക്വയർ എന്ന് എനിക്ക് തോന്നുന്നു ഏതാണ്ട് റോമൻസിൻ്റെ രീതിയിലായിരിക്കും. എനിക്ക് ആ പിക്ചർ ഇവിടെ കണ്ടപ്പം ഏകദേശം അതായിരിക്കും തോന്നുന്നു. ഹൈബർനോ റോമൻസ്ക്യൂ സ്റ്റൈൽ ബൈ ദി ഐറിഷ് ആർക്കിടെക്ട് സർ തോമസ് ഡ്രൂ അത് വരച്ചു. ആൻഡ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ വാസ് ലൈഡ് ഇൻ 1899. അപ്പോൾ 1899 ഇതിൻ്റെ തറക്കല്ലിട്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ചുണ്ട് ദ വാൾസ് ആൻഡ് പില്ലേഴ്സ് മേക്കപ്പ് ദി നേവ്, അതിനെക്കുറിച്ച് അതിൻ്റെ ഡിസൈനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഞാനിങ്ങനെ കുറച്ച് അടുത്ത് തരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. വീഡിയോ വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിക്കാവുന്നതാണിത്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇൻഫർമേഷൻസ് കിട്ടും. പിന്നെ ഇവിടെയുണ്ട് ദ വാൾസ് ഓഫ് ദ ബിൽഡിംഗ് ആർ ഓഫ് സോമർസെറ്റ് സ്റ്റോൺ എന്ന് പറഞ്ഞൊരു സ്റ്റോണാണ്. അത് സോമർസെറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കല്ലാന്ന് എനിക്കറിയത്തില്ല. വിത്ത് ആൻ ഇന്നർ ലൈനിങ് ഓഫ് ഡംഫ്രീസ് സാൻഡ്സ്റ്റോൺ ടിമ്പേഴ്സ് ഓഫ് ദി നേവ് കനേഡിയൻ മാപ്പിൾ ഐൽസ് എന്ന് പറഞ്ഞ കുറേ. ഓക്കെ, ജസ്റ്റ് ഞാനിത് നിങ്ങൾക്കും വായിക്കാം, എനിക്കും പിന്നെ വേണം വായിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ ഇവിടെ ഉണ്ട്. The cathedral contains only one tomb, Lord Carson of Dunkerque, buried here in 1935 by virtue of the special act of Parliament. ഇതിന് ഒരു ടോംബേ ഉള്ളൂ. ടോംബ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഈ മുഴച്ചിരിക്കുന്ന സംഭവമാണ് ഇതിന്. അതാണ്. അപ്പം ഇവിടെ ലോർഡ് കാർസൺ ഓഫ് ഡൺകെയൺ എന്ന് പറഞ്ഞൊരു ആള് ഇവിടുത്തെ പണ്ടത്തെ ഒരു പ്രഭുവാണ്. ലോർഡ് കാർസൺ ഓഫ് ഡൺകെയൺ. ഇവിടാണ് ആ പുള്ളിയെ അടക്കിയിരിക്കുന്നുള്ളതെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫർമേഷൻ കണ്ടോ. പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു ചിത്രവും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് അതിൻ്റെ അകത്ത് കാത്തഡ്രൽ സ്ക്വയറിൻ്റെ അകത്ത് കയറാം. അതിനകത്തുള്ള കാഴ്ചകളൊന്നും കേട്ടോ. ഈ കാത്തഡ്രൽ സ്ക്വയറിൻ്റെ ഇത് കണ്ടോ, വെളിയിലത്തെ ഒരു റോയൽ ലുക്കുണ്ട് കണ്ടോ. ഇത് റോയൽ ലുക്കാണ് കണ്ടോ. അതിൻ്റെ ഒരു നിങ്ങൾക്ക് ഈ പണ്ടത്തെ സിനിമയിലൊക്കെ കാണുമ്പോൾ അതിലൊരു ഷീൽഡിൽ ഇങ്ങനെ കാണാമല്ലോ, അതിൻ്റെ ഫ്ലാഗ്, അതേപോലെ ഇങ്ങനത്തെയുള്ള എംബ്ലംസ് ഒക്കെ കാണാം. അപ്പോൾ അതിൻ്റെ ഒരു രീതിയാണ് ഇവിടെ ഉണ്ട് കണ്ടോ. നല്ല രസമുണ്ട് കാണാൻ അല്ലേ. പണ്ടത്തെ ഒരു ഇംഗ്ലീഷ് സ്റ്റൈലാണ്. ഇവിടെ ഒരു ഇതെന്തോന്ന് എനിക്കത് ഇത് ചിലപ്പോൾ ഹാൻഡിൽ, അത് തുറക്കാൻ പറ്റുന്ന ഒരു ഹാൻഡിൽ അത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതൊരു അയൺ വെച്ചിട്ടുള്ള, മീൻസ് നമ്മുടെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ സംഭവമാണ്. സോ ഇതാണ്. അതിൻ്റെ മേളിലും ഉണ്ട് കേട്ടോ. ഓ സി നൈസ്. കണ്ടോ, ഇത് കണ്ടോ. അതെന്ത് എഴുതി വെച്ചേക്കുന്നത്, ദി കാത്തഡ്രൽ ചർച്ച് ഓഫ് സെയിൻറ്റ് ആൻ ബെൽഫാസ്റ്റ്. അപ്പോൾ അതാണ് അതിൻ്റെ പേര് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റോൺ ലേ ചെയ്തിരിക്കുന്നതിൻ്റെ കുറിച്ചുള്ള ഒരു ഫലകം ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. The century of the laying of the foundation stone. It was celebrated on 5th September 1999 with Thanksgiving for the completion of the major improvements. Preacher the Archbishop of Armagh, the most Reverend R.H.A. Ames, ജോൺ ഷിറഡേന. എനിക്ക് അത് ബിഷപ്പാണ്, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അപ്പം ജസ്റ്റ് ഇങ്ങനെ കണ്ടു. പിന്നെ ഇവിടെ ഒരു കല്ലിൽ എഴുതിയിട്ടുണ്ട്, ടു ദി ഗ്ലോറി ഓഫ് ഗോഡ് ആൻഡ് ഇൻ ദ മെമ്മറി ഓഫ് വില്യം ലാബർട്ടി, എ മാസ്റ്റർ ബിൽഡർ ഓഫ് ദി cathedral ഫ്രം ഇറ്റ്സ് ഫൗണ്ടേഷൻ till its death in 1920. His widow and daughter caused the tympanum of peace to be carved in 1927.
അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ഇൻഫോർമേഷൻ. ഇപ്പം നമ്മൾ ഇതിൻ്റെ എൻട്രൻസിലോട്ട് പോവുകയാണേ. അതുകൊണ്ട് ഇവിടെ വിസിറ്റേഴ്സ് വെൽക്കം ഓൾ വർഷിപ്പേഴ്സ് where history is written to everyone. Every stone. Belfast Cathedral. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ഇവിടെ ചെറിയ ഗിഫ്റ്റ് ഷോപ്പും ടെസ്റ്റിമോണിയൽസും ഒക്കെ ഇട്ടിട്ടുണ്ട്. Built to the glory of God, Belfast Cathedral. So this is no public toilets. Full. Good morning. സോ ഇതാണ് കാത്തഡ്രൽ സ്ക്വയർ. ഇതാണ് കാത്തഡ്രൽ. ഇതാണ് ചർച്ച്. വളരെ മനോഹരമായ ചർച്ച്. കണ്ടോ എന്ത് രസമാണെന്ന് നോക്കി. അടിപൊളി. ഇതിൻ്റെ സ്ട്രക്ചർ കണ്ടോ. വാവ്, ഒന്നും പറയാനില്ല. അടിപൊളി. അപ്പോൾ ഇവിടെ ഇന്ന് മാസില്ല. മാസിൻ്റെ സമയമൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഉണ്ട് ഇവിടുത്തെ ഗ്ലാസ്. ഇതാണ് സ്റ്റെയിൻഡ് ഗ്ലാസ് ആണ്. നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി. ഇന്നത്തെ കയറിയപ്പോഴേ നമ്മൾ ഏതാണ്ട് ഒരു പാലസിൽ കയറിയ പോലെ ഒരു ഫീലിംഗ് ആണ് ഇത്. കണ്ട് ഇതിൻ്റെ പില്ലേഴ്സൊക്കെ കണ്ടോ, നല്ല രസമുണ്ട്. പിന്നെ അതേപോലെ ഉണ്ട് ഇത് കണ്ടോ, അതിൻ്റെ അത് ഡീറ്റെയിൽസ് കണ്ടോ. അതിലെ കൊത്തൊക്കെ പണിഞ്ഞു വെച്ചേക്കുന്നേ ഓരോ മനുഷ്യൻ്റെ രൂപവും. പിന്നെ അതൊക്കെ എന്തുവാന്ന് എനിക്കറിയില്ല. അതിലെ കുറച്ച് കുറേ ഇൻഫോർമേഷൻസ് ഉണ്ട്. അതിൻ്റെ ഓരോ തൂണയിലും നല്ലതായിട്ട് അടിപൊളി അതിൻ്റെ ഒരു ഭംഗി നിലനിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ആ തൂണയിലൊക്കെ നല്ല ഭംഗി നിലനിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലുള്ള ഗ്ലാസ് എല്ലാം സ്റ്റെയിൻഡ് ഗ്ലാസ് ആണ്. ഇവിടെ ആണെങ്കിലും എല്ലാം സ്റ്റെയിൻഡ് ഗ്ലാസ് ആണ്. ഇതിൻ്റെ മറ്റേ ഹിസ്റ്ററിപരമായ ആൾക്കാരുണ്ടല്ലോ, എൻ്റെ പണ്ടത്തെ ബിഷപ്സ് എന്നൊക്കെ പറയുന്നത്, അതിൻ്റെയൊക്കെ പോലെയുള്ള ഡ്രോയിങ്സ് ആണ്. നല്ല ചിത്രമാണ് ഇവിടെ ഈ സ്റ്റെയിൻഡ് ഗ്ലാസ്സിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ദ ബാപ്റ്റിസ്ട്രി എന്ന് പറയും. ഈ പിള്ളേരെയൊക്കെ ബാപ്റ്റിസം ചെയ്തില്ലേ, ആ ഏരിയ ആണ്. അപ്പോൾ ഇതിൻ്റെ മേളിലുള്ള ടോംബ് ഇത് കണ്ടോ, ആ റൂഫ് നോക്കിയേ. വാവ്, സോ നൈസ്. നല്ല രസമുണ്ട് കാണാൻ, അടിപൊളി. അപ്പം അതിനെക്കുറിച്ചുള്ളൊരു ഇൻഫോർമേഷനാണ് ദ ബാപ്റ്റിസ്ട്രി എന്ന് പറയുന്നത്. ബാപ്റ്റിസ്ട്രി ഈസ് യൂഷ്വലി ഓക്കെ. അപ്പം അതിനെക്കുറിച്ചൊരു ഉണ്ടാവും. അപ്പം ഈ ബാപ്റ്റിസ്ട്രിയിൽ ഇവിടെ കുറച്ച് ഇതിൻ്റെ ഡിസൈൻസ് കണ്ടോ. ഇത് ഈ പിള്ളേരുടെ ഒരു ഹെഡ്, ഇതൊക്കെ ഒരു ഗിഫ്റ്റായിട്ട് ഇവിടെ കൊടുത്തതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദ ചിൽഡ്രൻസ് ഹെഡ് വെയർ സ്കൾപ്ചേർഡ് ബൈ Rosamund Prager of Hollywood in County Town, and the central child's head was presented as a gift to the cathedral. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷനാണ്. വേണമെങ്കിൽ ഇതൊക്കെ വായിക്കാം. പിന്നെ
creation of the creation mosaic. Italian tradition where baptistes usually contains blended mosaic in the domes. The Martin sisters installed over 150,000 pieces of glass in creation to this mosaic. മൊസൈക്ക് എങ്ങനെ ഡെക്കറേഷൻ ചെയ്തതെന്നുള്ള ഒരു ഇത് എഴുതിയിരിക്കുന്നത്, ഇവിടെ എഴുതിയിരിക്കുന്നത് സ്റ്റെമ്മിങ് ഫ്രം ദി ഇറ്റാലിയൻ ട്രഡീഷൻ വെർ ബാപ്റ്റിസ്റ്റേഴ്സ് യൂഷ്വലി കണ്ടെയ്ൻ സ്പ്ലെൻഡഡ് മൊസൈക്ക് ഇൻ ദ ഡോംസ്. ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള, എങ്ങനെ വരച്ചതും അതെങ്ങനെ എങ്ങനെയാണ് ബിൽഡ് ചെയ്തതെന്നുള്ള അതിനെക്കുറിച്ചുണ്ട്. അവർ വരയ്ക്കുന്നുണ്ടോ അന്നത്തെ കാലത്ത്. ഇതൊരു മൊസൈക്കാണെന്നാണ് പറയുന്നത്. ഗ്ലാസും 150,000 പീസസ് ഓഫ് ഗ്ലാസസ് ഇൻ ദ ക്രിയേഷൻ ഓഫ് ദിസ് മൊസൈക്ക്. ഈ മൊസൈക്ക് ഉണ്ടാക്കുന്ന 150,000 കഷ്ണങ്ങളുള്ള ഗ്ലാസ്സുകൾ ഉപയോഗിച്ചാണ് എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഈച്ച് വൺ പ്ലേസ്ഡ് ബൈ ഹാൻഡ്. അത് ഓരോന്നും കൈവച്ചാണ് അത് പിടിപ്പിച്ചേക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ്. അതിൻ്റെ ആ മൊസൈക്കാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഈ പിള്ളേരുടെ തലയെന്ന് പറയുന്ന സംഭവം ഇവിടെ കൊടുത്തേക്കുന്നുണ്ട്. ഇതാണ് ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നാണ്ട് ഇവിടെയുണ്ട്. ഇറ്റ്സ് നൈസ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്യൂൻ എലിസബത്ത് സെക്കൻഡ് അപ്പോൾ അവരുടെ ഗോൾഡൻ ജൂബിലിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തതിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ജൂബിലിയെക്കുറിച്ച് സെൻറ്റ് ആൻസ് കത്തീഡ്രൽ ഒത്തിരി ഉണ്ട്. അപ്പം യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞത് ലോർഡ് കാർസൺ. അപ്പോൾ നിങ്ങൾക്കറിയാം ലോർഡ് കാർസൺ എവിടെയാണ് കണ്ടിട്ടുള്ളതെന്ന് അറിയാം. ഇത് നമ്മുടെ നോർത്തേൺ അയർലൻഡ് പാർലമെൻറ്റിന് മുമ്പിലൊരു സ്റ്റാച്യു ഉണ്ടല്ലോ. അപ്പോൾ അതിന് മുമ്പിൽ നിൽക്കുന്ന അതാണ് ലോർഡ് കാർസൺ. I think that is അവിടെ എഴുതിയിട്ടുണ്ടോ. In July 92, Lord Carson witnessed the unveiling of large statue of himself sculpted by L.S. Mulford in front of the Parliament buildings at Stormont, Belfast. Stormont പാർലമെൻറ്റിൽ ഈ പുള്ളിയുടെ സ്റ്റാച്യു ഉണ്ട്. The statue was unveiled by Lord Craigavon in the presence of more than 40,000 people. അപ്പോൾ ഈ സ്റ്റാച്യു ബ്രോൺസ് ആൻഡ് പ്ലേസ്ഡ് ഓൺ ദ പ്ലിന്ത്, അങ്ങനെയുള്ള കുറേ ഇൻഫർമേഷൻ. അപ്പോൾ ഇദ്ദേഹത്തിന് ഇവിടെ അടക്കിയെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ ഇവിടെ ഉണ്ട്. പിന്നെ അപ്പം ലോർഡ് കാർസൺ അൾസ്റ്റേഴ്സ് ലീഡറാണ് 1911 to 1991. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടാണ് അടക്കിയേക്കുന്നത്. ഇതാണ്ട് ഈ കാണുന്നത്. ഇവിടാണ് ഇത് നമ്മുടെ ഇങ്ങനെ ഗേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിനെ അടക്കിയ സ്ഥലമാണിത്. ലോർഡ് കാർസൺ ഉണ്ട്. വലിയ ആശുപത്രിയിൽ കാർസൺ എഴുതിയിട്ടുണ്ട്. സോ ദിസ് ഈസ് ദി വൺ. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ടു ദി ഗ്ലോറി ഓഫ് ഗോഡ് ആൻഡ് ടു ദി റിവേർഡ് മെമ്മറി ഓഫ് ചാൾസ് സേവർഡിഡി ഡീൻ ഓഫ് ഓൺ ദിസ് വിൻഡോ ഈസ് ഡെഡിക്കേറ്റഡ്. ഇത് വിൻഡോയെ കുറിച്ചാണ്, സോറി. അതിന് മേളിൽ കാണുന്ന ഈ വിൻഡോ ആണ്. അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷനാണ്.
അപ്പം ഇവിടെ കാണുന്ന ഈ ഈ സംഭവത്തിന് വരുന്ന ലിനൻ സ്റ്റോൾസ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ മലയാളത്തിൽ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഇത് നമ്മുടെ പള്ളിയിലുള്ള ഹോളി കുർബാനയ്ക്കും അങ്ങനെയൊക്കെ നമുക്ക് അറിയുന്നതാണ് ഈ സംഭവം മേശപ്പുറത്തൊക്കെ വിരിക്കുന്നതും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷനാണ് ഇവിടെ പല കളറിൽ എപ്പോഴൊക്കെയാണ് അത് ഉപയോഗിക്കുന്നതെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താ ലിനൻ സ്റ്റോൾസ്. അപ്പം ലിനൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ബെൽഫാസ്റ്റിൽ മിൽസ് ഉണ്ടായിരുന്നു ഈ ലിനൻ മാത്രം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം അതൊരു ഭയങ്കര ഒരു ഇൻഡസ്ട്രി ആയിരുന്നു. അപ്പം ആ സമയത്ത് ലിനൻ ഹാസ് ബീൻ മെയ്ഡ് ഇൻ ദ നോർത്ത് ഓഫ് അയർലൻഡ് സിൻസ് ദ 11th century ആൻഡ് ബിക്കേം എ മേജർ ബെൽഫാസ്റ്റ് ഇൻഡസ്ട്രി ആയി. ഇവിടുന്നാണ് ലിനൻ ഉണ്ടാക്കി എക്സ്പോർട്ടും അമേരിക്കയ്ക്കും ഒക്കെ അയച്ചുള്ള സംഭവമാണ്. അന്ന് ബെൽഫാസ്റ്റിലെ ടോപ്പ് ഇൻഡസ്ട്രിയാണ് ലിനൻ പ്രൊഡ്യൂസിങ്. അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷനാണ് ഇവിടെ. ഇവിടെ ആണെങ്കിൽ ടൈറ്റാനിക് പാലിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ ടൈറ്റാനിക് മുങ്ങിയപ്പം അതിൻ്റെ സ്മരണയ്ക്കായിട്ട് ഇവർ സ്മരണയ്ക്കും അവിടുന്ന് മരിച്ച ആൾക്കാർക്കുടെ ഒരു മെമ്മോറിയലിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അതാണ് ഇവിടെ കാണുന്നത്. ഇത് ഈ സംഭവം ഇത് അപ്പം 1912 മരിച്ചവരുടെ മെമ്മറിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പാളാണ്. പാൾ എന്ന് പറഞ്ഞൊരു ക്ലോത്താണ്. ഈ ക്ലോത്ത് ഇതിനെപ്പോൾ പാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശവപ്പെട്ടിയുടെ മണ്ടയ്ക്കിടുന്ന ഒരു സംഭവമാണെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരു ക്ലോത്ത് പോലെ. അപ്പോൾ അതിൻ്റെ ഒരു രീതിയിൽ വലിയ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഈ പീസ് വാസ് ഡിസൈൻഡ് ആൻഡ് ക്രാഫ്റ്റഡ് ബൈ 2 members ഓഫ് ദ സ്റ്റാഫ് അറ്റ് ദ സ്കൂൾ ആർട്ട് ഡിസൈൻ അറ്റ് ദ നെയ്ബറിംഗ് യൂണിവേഴ്സിറ്റി ഓഫ് അൾസ്റ്റർ, ഹെലൻ ഒ ഹെയർ ആൻഡ് വിൽമ കിർക്പാട്രിക്. ഇവരാണ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷനാണ് ഇവിടെ. ഇത് ചാപ്പൽ ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഈ റൂം കാണിക്കുന്നത്. അപ്പം ഇത് ലോക്ക്ഡാണോന്ന് അറിയത്തില്ല. ഇത് ഓപ്പൺ ആണ്. ഇതാണ് ദിസ് ഈസ് ചാപ്പൽ ഓഫ് യൂണിറ്റി.
ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണെങ്കിൽ കുറേ ഇൻഫോർമേഷൻസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ സമയമെടുത്ത് വായിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾവശമൊക്കെ കാണിക്കുന്നുള്ളൂ. സോ നൈസ്. ഒത്തിരി പ്രിസർവ് ചെയ്തിട്ടുണ്ട്. നിറയെ ഇൻഫോർമേഷനുണ്ട്. ഇതൊക്കെ ആരാന്ന് ഉള്ള ഇൻഫോർമേഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ സോ ഇത് ഒരു ക്ലർജിയാണ്. ക്ലർജി ഓഫ് ടൗൺ ആൻഡ് കോർണർ MDCC XLI. ഒരു പോർട്രേറ്റാണ്. ദിസ് ഇസ് എ പോർട്രേറ്റ്. ദ റൈറ്റ് റെവറൻഡ് റിച്ചാർഡ് മാൻഡ്, പെയിൻറ്റഡ് ബൈ ദ റിക്വസ്റ്റ് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ദി ക്ലർജി ഓഫ് ഡൗൺ ആൻഡ് കോർണർ. അപ്പം ഇതൊരു പോർട്രേറ്റ് വരച്ചതാണ്. ഇറ്റ്സ് ആൻ ഓയിൽ പെയിൻറ്റ് ടൈപ്പ്, ബട്ട് വെരി നൈസ്. അപ്പോൾ ഇവിടെ ഒരു ക്ലോക്ക്, ഇങ്ങനൊരു ക്ലോക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ക്ലോക്ക്. ആൻഡ് ഹിയർ സം ഫോട്ടോസ് ഓഫ് സം പ്രീസ്റ്റ്. ഇതും വരച്ച പിക്ചറാണ് കേട്ടോ. ദിസ് ഈസ് ഒരു വരച്ച പിക്ചറാണ്. വരച്ചതാണ് സംതിങ് ലൈക്ക് ദാറ്റ്. ഐ എം നോട്ട് ഷുവർ. ബെൽഫാസ്റ്റ് കത്തീഡ്രൽ. ഓക്കെ, ഇവിടെയുണ്ട് അതിൻ്റെ ഒരു ഏറിയൽ വ്യൂ, കത്തീഡ്രലിൻ്റെ ഒരു ഏറിയൽ വ്യൂ. സോ ഹിയർ ഇൻ ദ glory of God and in the lasting remembrance of those who died in the Battle of Dunkirk, 10th May to 4th June 1940, elected by comrades. Okay. യുദ്ധത്തിൽ മരിച്ച ആൾക്കാരിനെ കുറിച്ച് അവരെ സ്മരണയ്ക്കായിട്ട് ഒരു ഫലകം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ വെച്ചിട്ടുണ്ട്. കുറച്ച് പിക്ചേഴ്സ് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു പോർട്രേറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് റെവറൻഡ് റോബർട്ട് നോക്സ് TD, ലോർഡ് ബിഷപ്പ് ഓഫ് ഡൗൺ ആൻഡ് കോർണർ ഡോൺ, 1849 to 1886. ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്. പിന്നെ അന്ന് ജർമ്മൻ എയർ റെയ്ഡ് സമയത്ത്, ബോംബിട്ട സമയത്ത് നമ്മുടെ ഈ പള്ളി രക്ഷപ്പെട്ടു. ഈ പള്ളിയുടെ മേളിൽ ബോംബ് വീണില്ല, മറ്റുള്ളിടത്താണ് ബോംബ് വീണത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ഫോട്ടോ ആണ് ഇവിടെ കാണുന്നത്. കണ്ടോ? അപ്പം the narrowness of the escape of St. Anne's Cathedral during the war 1939 to 45 can be judged from this picture taken on 8th May of 1941. 1941 എടുത്താണ്. 4 days after the third air raid of the city. 4 ദിവസം കഴിഞ്ഞ് അടുത്ത മൂന്നാമത്തെ എയർ റെയ്ഡിന്. കണ്ടോ? അതാണ് ഇവിടെ അതിൻ്റെ പൊളിഞ്ഞു പോയ സ്ഥലത്തിൻ്റെയൊക്കെ ഇവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ കാണാം.
അടിക്കുമ്പോൾ അതിൽ കൂടാണ് അതിൻ്റെ മ്യൂസിക്കിൻ്റെ ഫ്ലോ വരുന്നത് കണ്ടോ. അപ്പം ഇവിടെ നിങ്ങൾക്ക് അത് അവിടെ എഴുതിയിരിക്കുന്ന കാണാം. ദ ട്രംപറ്റ് ഷേപ്പ് സൗണ്ട് ഇല്ല അങ്ങനെ എഴുതിയിരിക്കുന്നത്. അത് സോറി ദ ട്രംപറ്റ് ഷാൾ സൗണ്ട്. ദ ട്രംപറ്റ് ഷാൾ സൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അതാണ് ഇവിടെ കാണുന്നുണ്ടോ. ഇതിൽ കൂടാണ് ചെറിയ വിടവുണ്ടോ, അതിൽ കൂടാണ് ഈ മ്യൂസിക് വരുന്നത്. അതിലാണ് മ്യൂസിക് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ദ ട്രംപറ്റ് ഷാൾ സൗണ്ട്. അപ്പം വേണ്ട ഈ പില്ലറിനെ കുറിച്ച് ആദ്യം കാണുന്ന പില്ലർ സയൻസ്, ലിനൻ, ഹീലിംഗ്, അഗ്രികൾച്ചർ, മ്യൂസിക്, തിയോളജി, മ്യൂസിക് കഴിഞ്ഞ് വുമൺഹുഡ്, ആർട്ട്, ഫ്രീ മേസണറി, ഷിപ്പ് ബിൽഡിംഗ്, തിയോളജി. അപ്പോൾ ഇതിനെക്കുറിച്ചുണ്ട് ഇവിടെ ഈ പില്ലേഴ്സിൻ്റെ കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് ദിസ് പില്ലേഴ്സ് ഐഡൻറ്റിഫൈസ്. സോ ദാറ്റ്സ് വാട്ട് ദിസ് പില്ലേഴ്സ് ഈസ്. ആദ്യത്തെ സയൻസ്, പിന്നത്തെ ലിനൻ, പിന്നത്തെ ഹീലിംഗ്, അഗ്രികൾച്ചർ, അങ്ങനെ അങ്ങ് പോവാം. ഈ ലാസ്റ്റ് പില്ലറാണ് തിയോളജി. അപ്പോൾ ഇത് തിയോളജിയാണ് ഈ പില്ലർ. തിയോളജി, ഇത് വുമൺഹുഡാന്ന് തോന്നുന്നു. വുമൺഹുഡ് അങ്ങനെ ഓരോരുത്തരും അതിനോടുള്ള പേരിട്ടിട്ടുണ്ട്. നൈസ്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഷോർട്ട് വീഡിയോ കാത്തഡ്രൽ സ്ക്വയറിനെ കുറിച്ച്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.